ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടല്ല. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ചോറ് കൊടുത്ത വിടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് കൂട്ടി ഉടച്ച് അച്ചാർ, കടുമാങ്ങ അച്ചാർ ഈ കൊല്ലം ഉണ്ടാക്കി അടുത്ത വർഷം എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള അച്ചാറും അല്ലെങ്കിൽ ഉപ്പേരിയും അതുപോലെ കറി ആവാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ കേട്ടോ. കറി ആവണ ദിവസം അച്ചാൽ എന്നാലും മിക്കവാറും തൈര് കൂട്ടി ഉടച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തരുള്ളൂ കേട്ടോ. തൈര് കൂട്ടി ഉടച്ച ചോറാണ് തരിക. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ നമ്മൾ തറവാട്ടിലാവുന്ന സമയത്തും അതിന് ശേഷമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രായം ആയപ്പോഴാണ് നമുക്ക് വെറുതെ ചോറാക്കിയിട്ട് ഉപ്പേരി മുകളിലിടും, അതുപോലെ തന്നെ കറി വേറൊരു പാത്രത്തിലാക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ സ്കൂളിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് അന്നും ഞാൻ ഭക്ഷണത്തെ കാര്യത്തിൽ പിന്നാക്കായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് മടിയനായിരുന്നു കേട്ടോ. അപ്പോൾ കൊടുത്തയക്കുന്ന ചോറ്, അതായത് അമ്മ തന്നയക്കുന്ന ചോറ് ഞാൻ മുഴുവനും കഴിക്കാറില്ല കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ ചമ്മന്തി കൊണ്ടുവരും, അതുപോലെ പപ്പടം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വരും, പപ്പടം കൊണ്ട് കറി ഉണ്ടാക്കിയിട്ട് വരും. എളുപ്പപ്പണിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഉപ്പേരി, പപ്പടം കൊണ്ട് ഉപ്പേരിയും അതുപോലെ തന്നെ ഈ കറിയും ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നമ്മുടേതായ ഇഷ്ടങ്ങളാണെങ്കിൽ, ഇഷ്ടങ്ങളല്ല, ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾ ഒരു കറി ഉണ്ടാക്കി കണ്ടാൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് നമുക്ക് തോന്നും അല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നും. പറഞ്ഞു കേട്ടാലും അതുപോലെ നമ്മൾ കണ്ടിട്ട് അവരുണ്ടാക്കുന്ന കറി കണ്ടതാണെങ്കിലും നമുക്കൊന്ന് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം എന്നുള്ള താല്പര്യങ്ങൾ പലപ്പോഴും നമ്മളത് മാറ്റി വയ്ക്കാറാണ് പതിവ് അല്ലേ. ഒന്നെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടം, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കറികളും ഉപ്പേരികളും തയ്യാറാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി മുരിങ്ങലയും പരിപ്പും കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പപ്പടം, ഇവിടെ അബിക്ക് ദിവസം പപ്പടം ഇല്ലാതെ അവൻ ചോറ് കഴിക്കില്ല. പപ്പടം, അച്ചാറ്, ഉപ്പേരി ഒക്കെ വേണം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം വാങ്ങിയ പപ്പടം നന്നായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും ഞാൻ? അപ്പോൾ വിചാരിച്ചു പപ്പടം കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പപ്പടം കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പടം ചെറുതായി പൊട്ടിച്ച് നമ്മൾ കറി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം. നമുക്കൊന്ന് കണ്ടിട്ട് വരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും കേട്ടോ, എന്നാലും ഞാനൊന്ന് പങ്കുവെക്കുകയാണേ. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ സബോള നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 5-6 അല്ലി ചതച്ചത് കേട്ടോ. അതൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ പപ്പടം ചെറുതായി പൊട്ടിച്ച് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ പപ്പടത്തിൻ്റെ ആകൃതിയൊന്നും നമ്മൾ നോക്കണ്ട, ചെറുതായി പൊട്ടിച്ച് വറുത്തെടുക്കാം. അത് അവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകും അതുപോലെ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിക്കാനായിട്ടാണ്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്ന സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ആ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരണ സമയത്ത് ഒരു സബോള ചെറുതായി അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ചെറുതായില്ല, നീളത്തിൽ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും ചേർത്ത് അതിന് ശേഷം സബോളയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്ന സമയത്ത് 2 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയും അതുപോലെ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം അതും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സമയം നിങ്ങൾക്ക് പുളി ചേർക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പുളി ചേർക്കാം. ഞാൻ പുളിയൊന്നും ചേർക്കണില്ല, കാരണം തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ. വലിയ തക്കാളി വെച്ചാൽ 1, ചെറുതാണെങ്കിൽ 2 ചേർത്തോളൂ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുകയാണ്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പൊന്ന് പിന്നാക്കം നിന്നോട്ടെ കേട്ടോ, കാരണം പപ്പടത്തിലും ഉണ്ടല്ലോ. അപ്പോൾ അതേ നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു തുടങ്ങി, ഇങ്ങനെ നന്നായി തിളച്ച് മറിഞ്ഞു. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നമ്മൾ എടുത്ത പപ്പടം ഉണ്ടല്ലോ, വറുത്തെടുത്ത പപ്പടം, ആ പപ്പടം അതിലേക്ക് ഇട്ട് കൊടുത്ത് തീ ഓഫാക്കി കുറച്ച് കറിവേപ്പിലയും ചേർത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ശരിക്കും നോസ്റ്റാൾജിക് തന്നെയാണ്. അപ്പോൾ
പച്ചക്കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയെടുക്കുക. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ശരിക്കും നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഈ കറി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.